ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. വേറെ ഒന്നുമല്ല, അനീഷ് ഏട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തില്ലേ, അതിനെ പറ്റിയിട്ട് ആ ആ ഒരു എപ്പിസോഡ്, അതിൻ്റെ സീന് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ജെന്യുവനായിട്ടാണ് തോന്നിയത്. അനീഷ് പക്ക ജെന്യുവൻ ആണെന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് റീ എൻട്രി കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ ആ വീട്ടിലുണ്ടായല്ലോ, ബിഗ് ബോസ് വീട്ടിനുള്ളിൽ. എല്ലാം അനുമോളുടെ നേരെയാണ് വന്നിരിക്കുന്നത്, അനുമോളുടെ നേരെ. ഇപ്പൊ അനുമോള് അനീഷ് ചേട്ടനോട് എനിക്കങ്ങനെ ആ ഒരു രീതിയിൽ അനീഷേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. അത് അനീഷ് പ്രപ്പോസ് ചെയ്തപ്പം അയാളെ വേദനിപ്പിക്കാതെ, അല്ല അയാളെ ഇൻസൾട്ട് ചെയ്യാതെ, അയാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവൾ അവളുടെ നിലപാട് അയാളോട് പറഞ്ഞത്. പൊതുവെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, എല്ലാവർക്കും സമ്മതിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റീ എൻട്രി കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായി. മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് അനുമോളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ സമയത്തൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇത്രയും നമ്മൾ വിവാഹം കഴിക്കാമെന്ന് തോന്നുന്ന ഒരു വ്യക്തി, അപ്പം അത്രയും നമുക്ക് ഉള്ളിൽ ഇഷ്ടം തോന്നുന്ന ഒരാളോടാണല്ലോ നമ്മൾ അങ്ങനെ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ കൂട്ടം കൂടി എല്ലാവരും കൂടെ ആക്രമിക്കുന്നത് കാണുമ്പം അനീഷേട്ടൻ, അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അയാള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അനുമോളെ ഒന്ന് സമാധാനിപ്പിക്കുകയോ, അല്ലെങ്കിൽ പോട്ടെ ഇതൊക്കെ ഒരു ഭാഗമാണ്, സഹിക്കാം ക്ഷമിക്കാം, ഏതെങ്കിലും ഒരു നിലയിൽ അവളെ ഒന്ന് നോക്കിയാക്കാനോ സമാധാനിപ്പിക്കാനോ ശ്രമിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് തോന്നുന്നത് അനീഷേട്ടൻ്റെ മൈൻഡ് ഗെയിമർ എന്നാണ് പലരും പറയുന്നത്. അനീഷേട്ടൻ്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പ്രൊപ്പോസലാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് കേട്ടോ. അയാൾ മൈൻഡ് ഗെയിമറാന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അയാൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടായ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു വിവാഹ അഭ്യർത്ഥനയോ ഒന്നും അല്ല, അതും അയാളുടെ ഗെയിം തന്നെയായിരുന്നു കേട്ടോ. അയാൾക്ക് ഒറിജിനൽ ആയിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നേരിടുന്ന ആ ഒരു സംഭവം, അവളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ലൈവായിട്ട് അയാളുടെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അവൾ ഒറ്റയിരിക്കുന്ന സാഹചര്യങ്ങളിലെങ്കിലും അവളെ മാറ്റി നിർത്തിയിട്ടോ അല്ലാതെയോ അയാൾക്ക് വേണമെങ്കിൽ അവളെ ഒന്ന് സമാധാനിപ്പിക്കാം. പിന്നെ ഇയാൾ എന്തുദ്ദേശത്തിലായിരിക്കും അവളെ ഇഷ്ടമാണ് വിവാഹം കഴിച്ചാലെന്നുള്ളത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാളുടെ നമ്പർ 1 ഗെയിം പ്ലാൻ തന്നെയാണ്. അയാൾ ഇട്ട് കൊടുത്തതാണ് മറ്റുള്ളവരുടെ മുന്നിൽ.